Boss Season 7 winner. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിടുക്കൻ വീഡിയോസ്. നമ്മളെ ബിഗ് ബോസ് സീസൺ 7 വിന്നർ അനുമോളാണ്. പക്ഷെ അനുമോള് നമ്മളെ ബിഗ് ബോസ് സീസൺ 7 കപ്പ് തൂക്കിയതിൽ ഒരുപാട് പേര് അതിനെതിരെ നെഗറ്റീവായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അനുമോള് കപ്പ് തൂക്കിയത് PR-ന്റെ ബലത്തിലാണ്. ആ ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും PR ഉണ്ട്. പക്ഷെ അനുമോളുടെ PR ഇത്രയും വലുതാക്കി കാണിച്ചത് ബിന്നി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആണ്. ബിന്നി അനുമോളെ തളർത്താൻ വേണ്ടി ഒരു എമൗണ്ട് ഇട്ട് ഒരു എമൗണ്ട് ഇട്ട് 16 ലക്ഷം കൊടുത്താണ് അനുമോള് PR കൊടുത്താണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്നും പറഞ്ഞ് ബിന്നി ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട്. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒറ്റ ഒരു റീസൺ കൊണ്ടാണ് അനുമോക്ക് ഇത്രയും നെഗറ്റീവ് കമന്റും, അതായത് അനുമോള് കഷ്ടപ്പെട്ട് ഗെയിം കളിച്ച് കപ്പ് നേടിയിട്ടും ബിന്നി പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെന്റിന്റെ കാരണം കൊണ്ട് അനുമോള് കപ്പ് വാങ്ങിച്ചത് PR-ന്റെ ബലത്തിലെന്നും പറഞ്ഞ് ഒരുപാട് സോഷ്യൽ മീഡിയ തുറന്ന ഒരുപാട് നെഗറ്റീവ് കമന്റാണ് അനുമോക്കെതിരെ വരുന്നത്. സത്യത്തിൽ അനുമോള് കളിച്ച് നേടിയെടുത്ത ഒരു വിജയമാണ്. കാരണം അത്രയ്ക്ക് അനുമോള് കഷ്ടപ്പെട്ട് സാഹചര്യങ്ങളിലൂടെ കടന്നാണ് അനുമോള് ബിഗ് ബോസ് വീട്ടിലെത്തിയത്. അവിടെ തന്നെ ഒരുപാട് സാധാരണ എല്ലാവർക്കും അവരുടേതായ ഇമോഷണലും ഉണ്ട്. അനുമോൾ എന്നൊരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് ചെറിയൊരു കാര്യത്തിനാണെങ്കിൽ പോലും അനുമോക്ക് മനസ്സിൽ വിഷമം തട്ടിയ കരയുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അത് എല്ലാവർക്കും കരയാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷെ സങ്കടം വന്നു കഴിഞ്ഞാൽ കരഞ്ഞു തന്നെയാണ് തീർക്കും. പക്ഷെ അനുമോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് അങ്ങനെ കരയുന്ന സമയത്ത് പറഞ്ഞത് കരച്ചിൽ കാർഡ് ഇറക്കുന്നു. ഇങ്ങനെ ഒരുപാട് യാതനകൾ സഹിച്ചു അവസാനം അനുമോൾക്ക് കപ്പ് നേടി. പക്ഷെ ആ കപ്പ് നേടി അനുമോളുടെ എഫേർട്ടിന്റെ ഫലവുമുണ്ട്, അവിടെ 100 ദിവസം കളിച്ചു നേടിയതിന്റെ ഫലമുണ്ട്. അതെല്ലാമായിട്ട് അനുമോളുടെ PR-ന്റെ ബലത്തിലാണ് കപ്പ് നേടിയത്. അനീഷിനാണ് ഈ കപ്പ് നേടാനുള്ള അർഹത ഉള്ളൂ എന്നും പറഞ്ഞ് യൂട്യൂബായാലും ഇൻസ്റ്റ എടുത്താലും എന്തെടുത്താലും അനുമോളുടെ PR ബലത്തിലാണ് അനുമോള് കപ്പ് നേടി. പക്ഷെ അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു ഓട്ടും കൂടിയാണ് അനുമോൾ ഇന്ന് ഈ കപ്പ് എടുക്കാൻ കാരണം തന്നെ. സത്യത്തിൽ അനുമോക്ക് ബിഗ് ബോസ് വീട്ടിലെ ലാസ്റ്റ് 2 ഡേയ്സ് അനുമോക്ക് PR കണ്ടന്റ് കൊടുത്തതാരൊക്കെയെന്ന് ഞാൻ പറയാം. ഒന്ന് ആദില, നൂറ, ശൈത്യ, അക്ബർ, അപ്പാനി, ശരത്ത്. ഈ പറഞ്ഞ കുറച്ചു പേര് ചേർന്നാണ് അനുമോൾക്ക് PR കൊടുത്തതും. അനുമോള് നല്ല രീതിയിൽ കളിച്ച് കുറെ കൂടി ഇത്രയും നല്ല വോട്ട് കിട്ടി. അതായത് അവള് അല്ലെങ്കിലും അനുമോള് തന്നെയായിരുന്നു ജയിക്കേണ്ടത്. പക്ഷെ അവസാന നിമിഷത്തെ ഈ കുറച്ച് പേര് അനുമോളെ കുത്തിത്തിരിക്കാനും അനുമോളെ പിന്നിൽ നിന്ന് കുത്താനും കളിച്ച കളികൾ കാരണം അനുമോക്ക് കുറെ കൂടി വോട്ട് നേടി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിഞ്ഞെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, ഞാൻ TV-യിൽ കണ്ടോണ്ടിരുന്ന സമയത്ത് അനുമോള് ആണ് വിജയ് എന്ന് മോഹൻലാല് പറഞ്ഞ നിമിഷം, ആ നിമിഷം ശൈത്യയുടെ ഫേസ്, ആദിലയുടെ നൂറയുടെ ഫേസ്, അവരുടെ ഫേസ് ഒക്കെ അനുമോക്ക് ആ കപ്പ് കിട്ടിയതിൽ എന്തോ ഒരു പുച്ഛഭാവവും അസൂയോടെയാണെന്നറിയാമോ ശൈത്യ ആദിലെ നൂറയൊക്കെ കാണിച്ചത്. പക്ഷെ ശൈത്യയുടെ മുഖത്തായിരുന്നെങ്കിൽ അനുമോക്ക് കപ്പ് കിട്ടിയതിൽ ഒരല്പം പോലും സന്തോഷം കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ആദിലെ നൂറയും പിന്നീട്, അതായത് ഓഡിയൻസിന്റെ റെസ്പോണ്ട് പിന്നെ വരുമെന്ന് പറഞ്ഞ ആദിലെ നൂറയും കൂടി പിന്നെ സന്തോഷ പ്രകടനമൊക്കെ വെക്കുന്നത് കണ്ടു. എല്ലാവർക്കും PR ചെയ്ത് ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവള് പിന്നെ കുറച്ചുകൂടെ കളിച്ചില്ലെന്ന് പറയുന്നില്ലേ? തീർച്ചയായിട്ടും അനുമോളെക്കാളും നന്നായിട്ട് കളിച്ച ആൾക്കാരെ അതിനകത്തുണ്ട്. അതിനെ കുറിച്ച് സംസാരിക്കാതിരിക്കാതെ അനുമോളെ കളിച്ചൊക്കെ നന്നായിട്ട് കളിച്ച ആൾക്കാരനകത്തുണ്ട്, ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കണ്ടതല്ലേ, ഞാൻ എടുത്ത പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിജയിച്ചത് അനുമോളാണ്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ല, കാരണം ഗെയിം ഓവർ. ബിഗ് ബോസ് വീട്ടിലെ ലാസ്റ്റ് നിമിഷത്തെ കുറച്ച് പ്രകടനങ്ങൾ കാണുമ്പോൾ എനിക്ക് ധീര സിനിമയിലെ ഒരു ക്ലൈമാക്സ് ആണ് ഓർമ്മ വരുന്നത്. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ പാടില്ലെന്നും പറഞ്ഞ് നമ്മളെ കാജൽ അഗർവാളിനെ എറിഞ്ഞ്
വീഴ്ത്തുന്ന ഒരു സീനുണ്ട്. അതുപോലെയാണ് ശൈത്യയും ആദിലയും നൂറയും അനുമോൾക്ക് നേരെ തിരിഞ്ഞത്. എന്തായാലും ഞങ്ങൾക്കിനി കപ്പ് കിട്ടില്ല, അതുകൊണ്ട് നിനക്കും കപ്പ് വേണ്ടാന്ന് പറഞ്ഞ് അനുമോളെ ഒരുപാട് നെഗറ്റീവ് ഫീല് ജനങ്ങളിലേക്ക് വരുത്താൻ നോക്കിയതാണ് അവർ 3 പേരും കൂടി ചെയ്തത്. പക്ഷെ നേരെ വിപരീതമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി അനുമോക്ക് കപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും നെഗറ്റീവ് പറയുന്ന ജനങ്ങൾ എന്ത് ചെയ്തു, അനുമോളെ കൂടുതൽ വോട്ടിട്ട് നമ്മളെ ബിഗ് ബോസ് കപ്പ് അനുമോൾ നേടി. അത് ആ നിമിഷം ആ അനുമോള് ഒരു സാധാരണക്കാരായി വന്ന് ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ട് കളിച്ച് നേടി അനുമോൾ ആ കപ്പ് എടുത്ത് കയ്യിൽ ഉയർത്തി പിടിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. പിന്നെ എനിക്ക് ഒരു കാര്യം, എൻ്റെ നാട് ഇതല്ല, പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് ആര്യനാടാണ്. അപ്പം ഈ ആര്യനാടിനൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ കപ്പ് എടുത്തതോടെ. അനുമോളിൽ കൂടെ അത് കൂടുതൽ പേരിലേക്ക് എത്തുന്നത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നുന്നു. നമ്മൾ ആര്യനാടിൻ്റെ അഭിമാനമായി അനുമോൾ മാറിയിരിക്കുകയാണ്. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ എന്നെ കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. ടാറ്റാ, ബൈ.